ഇത് മാർബിൾ ആണോ? ഇത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. ഇറ്റാലിയൻ മാർബിൾ ആണ്. ഇതൊക്കെയോ? ഇത് PVD ഹാൻഡിൽസ് ആണ്. ഓ, സാധാരണ നമ്മളിപ്പോ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വുഡൻ ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റീൽ ആയിരിക്കും. ഓക്കെ. ഇത് PVD ടൈപ്പ് പോളിഷ് ചെയ്തിരിക്കുന്നത് ആ സംഭവമാണ് കേട്ടോ. എന്താ എനിക്കറിയത്തില്ല, പക്ഷെ സാർ പറഞ്ഞ ആ സംഭവമാണ്. ഇത് സ്റ്റൈർ കയറുമ്പോഴേ തൊട്ടപ്പുറത്ത് ഒരു വ്യൂ ഉണ്ട്, ഇപ്പുറത്ത് ഒരു വ്യൂ ഉണ്ട്. ഇവിടെ ലൈറ്റ്സ് ആണ് അല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പുറമേ ഇമ്പോർട്ടന്റ് ആണ്. പൈസ പക്ഷെ ഞങ്ങൾ പറയുന്നില്ല, അത് ചോദിക്കേണ്ട പറയുന്നില്ല. ഇത് നമ്മളെ കിളിക്കുന്ന സാധനമല്ലേ? അല്ല, ഇത് ലൈറ്റ്സ് തന്നെയാണ്. ലൈറ്റ്സ് തന്നെയാണ്. ഓ, ഇതും ലൈറ്റ്സ് തന്നെയാണ്. അതായത് രാത്രി വരണം ഇതിന്റെ ഒക്കെ ഭംഗി. ലൈറ്റ് അപ്ലൈ കാണാൻ നല്ല രസം കാണാൻ. ഇപ്പൊ എല്ലാ കണ്ടംപററി വീട്ടിലെ കോർട്ട്യാർഡിന് വേണ്ടി സെപ്പറേറ്റ് അവര് പണി. ഇതുപോലെ ഒരു ഓപ്പൺ കോർട്ട്യാർഡാണിത്. അവിടെ നമ്മൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുള്ളൂ. ഇപ്പൊ തൽക്കാലം ഒരു ട്രീ വെച്ചിട്ടുണ്ട്. ആ ട്രീയുടെ പേരെന്താ സാർ? ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ഒരു ട്രീ ആണ്. ബെഡ്റൂം അല്ലേ? കുറച്ചുകൂടി സ്പേഷ്യസ്. നമ്മള് താഴെ കണ്ട റൂമുകളെ പോലെയല്ല, വേറെ ഒരു വൈബിലുള്ള കുറച്ചുകൂടെ എന്താ പറയാ എലഗന്റ് ആയിട്ടുള്ള റൂമാണ്. ഫുൾ ഒരു വൈറ്റ് തീമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സാറിന്റെ മനസ്സ് പോലെ തന്നെ നല്ല കളറുള്ള റൂമാണിത്. നമ്മള് പുറം രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, അറബ് നേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ ഏതാണ്ട് ഈ മോഡലായിരിക്കും. ഏതാണ്ട് അത് ആ സാധനം തന്നെ സാർ. അതെ, മാറ്റക്കിട്ട്. അതെ, താഴെ ഒരു വലിയ മാറ്റ് ഇവര് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ റൂമിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇവിടെ ഈ റൂമിൽ ആരാപ്പം? അല്ല, ഇതൊരു സ്പെയർ റൂം എന്ന രീതിയിൽ. സാർ ഭാവിയിൽ ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ സാർ ഞങ്ങൾ ഇവിടെ കിടക്കും. ഇവിടെ ഇവിടെ ഇതൊരു ഡ്രസ് ഏരിയ ആണ്. ഇതിന്റെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രസ് ഏരിയ. ഓക്കെ. ഈ ഡ്രസ് ഏരിയയുടെ ഹൈലൈറ്റ് ഇവിടെ ഈ മിററാണ്. ഒരു ഡ്രോപ്പ് പോലുള്ള ഒരു മിറർ. ഇത് ലൈറ്റ്സ് ആയിരിക്കും അല്ലേ സാർ? ആ, ലൈറ്റ്സ് ആണ്. ഇതെങ്ങനെ ഓണാക്കുന്നത്? ഇവിടെ ഉണ്ട്. വലിച്ച ഓണാകത്തില്ല, പക്ഷെ വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടും. ഈ ബാത്റൂം വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കാരണം കഴിഞ്ഞ താഴത്തെ 2 ബാത്റൂം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള താഴെ, പക്ഷെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ കാരണം ബാത്ത് ടബ് ഒക്കെ ഉണ്ട്. ഇത് മറ്റേ മിററൊക്കെ വെച്ചുകൊണ്ടുള്ള തല ഇടിച്ച് ഞാനിപ്പോ പോയിട്ട് മിററാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ള സെറ്റപ്പ് ഉള്ള വാഷ്റൂമാണ്. ഇത് ബാത്ത് ടബ് അല്ലേ? ബാത്ത് ടബിൽ കയറി നമുക്ക് കുളിച്ചാലോ സാർ? സാർ, നമ്മൾ ഈ ബാൽക്കണി ഏരിയയിലേക്ക് എക്സ്പ്ലോർ ചെയ്യണോ? ബാൽക്കണി സെയിം വ്യൂ തന്നെ. പക്ഷെ ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും ഈ ബാൽക്കണിയിൽ. ഇവിടെ ഡോർസ് തള്ളി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാടാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മറ്റേ ഡൈവ് ചെയ്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാം. അത് വേണ്ട. മേലത്തെ ഫ്ലോറിൽ എനിക്കറിയാം സാറിന്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതായിരിക്കണം അല്ലേ? ഇച്ചിരി പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈവനിങ്സ് ഒക്കെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ചായ മക്കൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് ഈ ടേബിളിലിരുന്ന് ചായ കുടിച്ചാലുണ്ടല്ലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത്രയും ഗ്രീനറി ആയിട്ടുള്ള. ഇവിടെ ഓപ്പൺ ആണോ? ഇത് ഓപ്പൺ ആണ്. മഴ പെയ്താൽ വെള്ളം വരും.